എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം 3 പോൾ DC SPD യെ കുറിച്ചാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു AC SPD യെ കുറിച്ചാണ്. സിംഗിൾ ഫേസ് 2 പോൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് 1000 വോൾട്ടിന്റെ DC SPD യെ കുറിച്ചാണ്. അതും 3 പോൾ ആണ്. അതായത് 3 പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രാൻഡ് ഒന്ന് നോക്കാം. സിബാസ് എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. ഇതിനു മുമ്പും കാണിച്ചത് സിബാസ് ആണ്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചത് ഇതിന്റെ കാട്രിഡ്ജ് പോയി കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിന്റെ കാട്രിഡ്ജ് നമുക്ക് അതിൽ കാണിക്കുന്നുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, DC ആണോ AC ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആമസോണിലാണ് നോക്കിയത്. അപ്പോൾ പൊതുവെ നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നതിന്റെ 5 ഇരട്ടി വിലയാണ്. എന്നാൽ നമുക്ക് അതിന്റെ സെയിം എഫക്റ്റും ഗുണം തന്നെയാണ് ഇതിനും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് PV പാനൽ വോൾട്ട് 1000 വോൾട്ടാണ് ഇതിന്റെ കപ്പാസിറ്റി. ഹൈ വോൾട്ടേജ് ഇതിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഉപകരണങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ DC 1000 വോൾട്ട്, മാക്സ് 20 കിലോ ആംപിയർ, ഇൻ 10 കിലോ ആംപിയർ. അപ്പോൾ നമ്മൾ ഇതിൽ ഇവിടെ 3 കാട്രിഡ്ജ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സാധാരണ പോസിറ്റീവിനും നെഗറ്റീവിനും 2 കാട്രിഡ്ജ് അതിന്റെ 2 എൻഡുകൾ തമ്മിൽ കോമൺ ചെയ്തിട്ട് അതാണ് എർത്തിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള എർത്ത് വേണം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് പാനൽ വോൾട്ട്, പാനലിൽ നിന്നും വരുന്ന DC വയറുകൾ, പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ ഡയറക്റ്റ് വന്നിട്ട് DC ബ്രേക്കറിന്റെ ഇൻപുട്ടിലാണ് നമ്മളുടെ SPD കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ DC ബ്രേക്കറിൽ കൊടുക്കുന്ന പോസിറ്റീവും നെഗറ്റീവിൽ നിന്ന് സെയിം കണക്ഷൻ തന്നെ എടുത്തിട്ട് ഇവിടെ DC പോസിറ്റീവ് DC നെഗറ്റീവ് ഇതിലോട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അതേപോലെ ആ DC ബ്രേക്കറിന്റെ ഔട്ടിൽ നിന്ന് നമ്മളുടെ ലോഡിലോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു SPD പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ടെർമിനലുകൾ കാണാം. ഒരെണ്ണം DC, ഒരെണ്ണം എർത്ത് ലൈൻ, ഒരെണ്ണം DC മൈനസ്. നമ്മളിവിടെ DC പാനലിൽ നിന്ന് വരുന്ന DC ഡയറക്റ്റ് പ്ലസിൽ മൈനസും കൊടുത്തു, ഇവിടെ നേരെ ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന്റെ താഴെ നമുക്ക് ഇവിടെ ഒരു ടെർമിനൽ കാണാം. ആ ടെർമിനൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ വരുന്ന ആദ്യത്തെ പോസിറ്റീവ് സൈഡിലുള്ള SPD ഇവിടെ വന്നിട്ട് അത് ആ SPD ഇവിടെ വരുന്ന ഒരു ലിങ്കിൽ വന്നിട്ടുണ്ട്. അതേപോലെ നെഗറ്റീവ് സൈഡിൽ നിന്ന് വരുന്ന SPD ഇവിടെ ഒരു ലിങ്കിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതും എർത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് എർത്ത് വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ ഇവിടെ എർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഈ നെഗറ്റീവും ഡയറക്റ്റ് വന്നിട്ട് ഈ ഇതിൽ എർത്ത് ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 2 SPD എൻഡുകൾ ഇവിടെ കോമൺ ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു വേറൊരു SPD വെച്ചിട്ട്, അതായത് കോമൺ ആയിട്ടുള്ള SPD വെച്ചിട്ട് അത് ഇവിടെയാണ് അതിന്റെ കണക്ഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനും കൂടി ഇതിൽ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എർത്ത് ലൈൻ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഡിവൈസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ എർത്ത് കൊടുക്കാം. രണ്ടും സെയിം തന്നെയാണ്. ഇത് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടി ഇതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഈ 3 പോൾ SPD പ്രത്യേകത. ഇത് DC SPD മാത്രമാണ് ഇങ്ങനെ 3 പോൾ കണ്ടിട്ടുള്ളത്. AC SPD 2 പോൾ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ 3 ഫേസുകൾ തമ്മിൽ കൊടുക്കുന്നതാണ് RYB എന്നുള്ളത്. അതല്ലെങ്കിൽ 4 പോൾ, 3 ഫേസ് ഒരു ന്യൂട്രലും തമ്മിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ DC-യിൽ ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ ഉള്ളതും ഹൈ വോൾട്ടേജ് ഉള്ളതുമാണ്. അപ്പോൾ നമ്മൾ പാനൽ ഇടിമിന്നലൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സർജ് അറസ്റ്റർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് കൂടിയത് വെക്കണം. ഇതിന്റെ താഴെയുള്ളത് 600 വോൾട്ട് ഉണ്ട്, 800 വോൾട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 1000 വോൾട്ട് 3 SPD വരുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഹെവി ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ പ്ലസ് മൈനസ് അത് തമ്മിൽ ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കണക്ഷൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ പുറകിൽ ഇവിടെ ഹൗസിംഗ് ഉണ്ട്, എർത്തിങ് ഹൗസിംഗ്. അതേപോലെ ഇവിടെ 3 ടെർമിനലിൽ പോസിറ്റീവ് നെഗറ്റീവ് സെന്ററിൽ എർത്ത്. അപ്പൊ ഇതിന്റെ എർത്ത് കൊടുക്കേണ്ടത് സെപ്പറേറ്റ് ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ SPD പകരം SDP എന്ന് പറഞ്ഞു. അത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.